ഹായ് ഫ്രണ്ട്സ്, 16th ജൂലൈയിലെ എഡിറ്റോറിയലിലെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പെയിൻ റിമൈൻസ് ഓൺ ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ എന്ന് വെച്ചാൽ വിലക്കയറ്റം. പെയിൻ വേദന, റിമൈൻസ് നിലനിൽക്കുന്നു. അപ്പോൾ വിലക്കയറ്റത്തെക്കുറിച്ചുള്ള വേദന നിലനിൽക്കുന്നു അല്ലെങ്കിൽ തുടരുന്നു. ഫോൾ ഇൻ ഫുഡ് പ്രൈസസ്. ഭക്ഷ്യവസ്തുക്കളുടെ വില കുറയുന്നത് ഈസ് ഓൺലി വൺ പാർട്ട് ഓഫ് ദ ഇൻഫ്ലേഷൻ സ്റ്റോറി. ഭക്ഷ്യവസ്തുക്കളുടെ വില കുറയുന്നത് വിലക്കയറ്റ കഥയുടെ ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. ദ കണ്ടിന്യൂഡ് ഫോൾ ഇൻ ഇൻഫ്ലേഷൻ, വിലക്കയറ്റത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു ഇടിവ് ടു എ 77-month ലോ ഓഫ് 2.1% ഇൻ ജൂൺ 2025. ജൂൺ 2025 വിലക്കയറ്റം തുടർച്ചയായിട്ട് കുറഞ്ഞ് 77 മാസത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കായ 2.1% എത്തിയത് ഷുഡ് സെർവ് ആസ് എ സിഗ്നിഫിക്കൻറ്റ് സോഴ്സ് ഓഫ് റിലീഫ് ഫോർ പോളിസി മേക്കേഴ്സ്. അത് നിയമനിർമ്മാണം നടത്തുന്നവർക്ക് ഒരു പ്രധാനപ്പെട്ട ആശ്വാസത്തിൻ്റെ കാരണമായിരിക്കുന്നു. ദ ജനറൽ പബ്ലിക് ഹൗവർ വുഡ് നോട്ട് ബി ടു ത്രിൽഡ്. എന്നാൽ സാധാരണ ജനങ്ങൾ അത്ര ത്രിൽഡ് അല്ല. ദർ ഈസ് സം ഗുഡ് ന്യൂസ് ഫോർ ദം. സാധാരണ ജനങ്ങൾക്ക് കുറച്ച് നല്ല വാർത്തകളുണ്ട്. ബട്ട് ഓൾസോ എ സിഗ്നിഫിക്കൻറ്റ് ഡോസ് ഓഫ് പെയിൻ. പക്ഷേ അവർക്ക് നല്ല വാർത്തയോടൊപ്പം തന്നെ കുറച്ചധികം വേദനയും കൂടിയുണ്ട്. ഫുഡ് ഇൻഫ്ലേഷൻ ഫോർ എക്സാമ്പിൾ. ഉദാഹരണത്തിന് ഭക്ഷണ സാധനങ്ങളുടെ വിലവർധന സോ എ സിഗ്നിഫിക്കൻറ്റ് ഈസിങ്. അങ്ങനെ ഭക്ഷണ സാധനങ്ങളുടെ വിലക്കയറ്റം അത് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഓൾദോ ദാറ്റ് ടു ഈസ് എ സീസണൽ എഫക്റ്റ് റാദർ ദാൻ എ സ്ട്രക്ചറൽ വൺ. ഇങ്ങനെ ഭക്ഷണ സാധനങ്ങളുടെ വില കുറഞ്ഞു എന്ന് പറയുന്നത് അത് ഒരു സീസണൽ എഫക്റ്റാണ്, അല്ലാതെ ഘടനാപരമായൊരു മാറ്റം വന്നതുകൊണ്ടല്ല ഭക്ഷണ സാധനങ്ങളുടെ വില കുറഞ്ഞത്. ഫുഡ് ആൻഡ് ബിവറേജ് പ്രൈസസ് കോൺട്രാക്റ്റഡ് 0.2% ഇൻ ജൂൺ 2025. ജൂൺ 2025 ഭക്ഷണ പാനീയ വസ്തുക്കളുടെ വിലകൾ അത് 0.2% ജൂൺ 2025 അത് കുറഞ്ഞു. കോൺട്രാക്റ്റഡ് എന്ന് വെച്ചാൽ കുറഞ്ഞു. ഓൺ എ ഹൈ ബേസ് ഓഫ് 8.4. കഴിഞ്ഞ വർഷം ജൂണിലെ 8.4% എന്ന ഉയർന്ന അടിസ്ഥാന നിരക്കിൻ്റെ പശ്ചാത്തലത്തിൽ 2025 ജൂണിൽ ഫുഡ് ആൻഡ് ബിവറേജ് ഭക്ഷ്യ പാനീയ വിലകൾ 0.2% കുറഞ്ഞു. കീ ഐറ്റംസ് സച്ചസ് വെജിറ്റബിൾസ്, പൾസസ്, സ്പൈസസ് ആൻഡ് മീറ്റ്. പ്രധാനപ്പെട്ട വസ്തുക്കളായ വെജിറ്റബിൾസ് പച്ചക്കറികൾ, പൾസസ് പയറുവർഗ്ഗങ്ങൾ, സ്പൈസസ് മസാലകൾ ആൻഡ് മീറ്റ് മാംസം. സോ പ്രൈസസ് ഫോളിങ് ഇൻ ജൂൺ കമ്പയർഡ് ടു ദെയർ ലെവൽസ് ലാസ്റ്റ് ഇയർ. ഇങ്ങനെ പ്രധാനപ്പെട്ട ഐറ്റംസായ ഇതിൻ്റെയൊക്കെ പൈസ കഴിഞ്ഞ വർഷത്തെ നിലയെ അപേക്ഷിച്ച് ഈ വർഷം ജൂണിൽ അതിൻ്റെയൊക്കെ വില കുറഞ്ഞു. ബട്ട് ഫുഡ് ഈസ് നോട്ട് ഓൾ ദാറ്റ് പീപ്പിൾ സ്പെൻഡ് ദെയർ മണി ഓൺ. പക്ഷേ ഭക്ഷണത്തിന് മാത്രമല്ല ആളുകൾ പൈസ ചെലവാക്കുന്നത്. ദ ഡാറ്റ റിവീൽ ദാറ്റ് there were several items and services of common consumption that saw inflation quickening in June. സാധാരണ ഉപയോഗത്തിലുള്ള ഒത്തിരിയേറെ സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ജൂണിൽ വിലക്കയറ്റം സംഭവിക്കുന്നതായിട്ട് കണ്ടു. ദ എഡ്യൂക്കേഷൻ ആൻഡ് സ്റ്റേഷനറി സെഗ്മെൻറ്റ്. എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസത്തിൻ്റെയും സ്റ്റേഷനറിയുടെയും ഒക്കെ മേഖലകൾ സോ ഇൻഫ്ലേഷൻ ക്വിക്കൻ ടു 4.4% ഇൻ ജൂൺ, ദ ഹയസ്റ്റ് ഇൻ 15 months. എഡ്യൂക്കേഷൻ, സ്റ്റേഷനറി പോലെയുള്ള മേഖലകളിൽ ജൂണിലെ ഇൻഫ്ലേഷൻ 4.4% ആയിട്ട് ഉയർന്നിരുന്നു. അത് 15 മാസത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ്. ദിസ് വാസ് ഡ്രിവൺ ബൈ എ ജംപ് ഇൻ ദ പ്രൈസസ് ഓഫ് സ്കൂൾ, കോളേജ് ആൻഡ് പ്രൈവറ്റ് ട്യൂഷൻ. ഇങ്ങനെ ഈ ജൂൺ മാസത്തിലെ 4.4% ഉയരാൻ കാരണം അത് സ്കൂൾ, കോളേജ് ആൻഡ് പ്രൈവറ്റ് ട്യൂഷൻ ഇതിൻ്റെയൊക്കെയുള്ള ഫീസുകൾ ഉയർന്നത് കൊണ്ടാണ്. ഇൻഫ്ലേഷൻ ഇൻ ദ ഹെൽത്ത് കാറ്റഗറി 2 വാസ് അറ്റ് എ 15th month ഹൈ ഇൻ ജൂൺ. ഓക്കെ, ആരോഗ്യ മേഖലയിലെ ഇൻഫ്ലേഷനും
വാസ് അറ്റ് എ 15th month ഹൈ ഇൻ ജൂൺ മാസത്തിലെ ഇൻഫ്ലേഷൻ അത് 15 മാസങ്ങളിലെ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കായിരുന്നു. കോമ്പൗണ്ടിങ് ദിസ്, ഇതിനും പുറമെ ദ പേഴ്സണൽ കെയർ സെഗ്മെൻറ്റ് സോ ഇൻഫ്ലേഷൻ ജമ്പിങ് ടു എ ബ്ലിസ്റ്ററിങ് 14.8% ഇൻ ജൂൺ. ഇതിനു പുറമെ പേഴ്സണൽ കെയർ മേഖലയിലെ ഇൻഫ്ലേഷൻ അത് വളരെയധികം ഉയർന്ന് 14.8% ആയി ജൂണിൽ. ദ 8th month ഓഫ് ഡബിൾ ഡിജിറ്റ് ഇൻഫ്ലേഷൻ ഇൻ ദ ലാസ്റ്റ് 9 months. അതായത് കഴിഞ്ഞ 9 മാസങ്ങളിലെ 8 മാസവും ഡബിൾ ഡിജിറ്റിലായിരുന്നു ഇൻഫ്ലേഷൻ ഉണ്ടായിരുന്നത്. പ്രൊഡക്ട്സ് സച്ചസ് സോപ്പ്, ടൂത്ത് പേസ്റ്റ്, ഷാംപൂ ആൻഡ് സാനിറ്ററി നാപ്കിൻസ്. സോപ്പ്, ടൂത്ത് പേസ്റ്റ്, ഷാംപൂ, സാനിറ്ററി നാപ്കിൻസ് അതുപോലെയുള്ള പ്രൊഡക്റ്റുകൾ ഐറ്റംസ് ഓഫ് ഡെയിലി ഓർ റെഗുലർ യൂസ്, നമ്മൾ നിത്യേന അല്ലെങ്കിൽ ദിവസവും ഉപയോഗിക്കുന്ന ഐറ്റംസ് ആണ്. ആൻഡ് ബൈ നോ സ്ട്രെച്ച് ലക്ഷറീസ്, ഒരു കാരണവശാലും അതൊരിക്കലും ലക്ഷറി അല്ല. ഹൗ ബിക്കം മോർ എക്സ്പെൻസീവ്, അങ്ങനെയുള്ള ഐറ്റംസ് വളരെയധികം വിലയേറിയതായി തീർന്നിരിക്കുന്നു. സോ ഓവറോൾ ഫുഡ് ഈസ് ചീപ്പർ, അതുകൊണ്ട് മൊത്തത്തിൽ ഭക്ഷണവസ്തുക്കളുടെ വില കുറഞ്ഞു. ബട്ട് നിയർലി എവറിത്തിങ് എൽസ് ഈസ് മോർ എക്സ്പെൻസീവ്, പക്ഷേ ബാക്കി ഒട്ടുമിക്ക സാധനങ്ങളും വളരെയധികം അതിൻ്റെയൊക്കെ വില കൂടി.